പാലക്കാട് ജില്ലയിലെ 66 സഹകരണ സംഘങ്ങൾക്ക് നെല്ലെടുക്കാൻ സർക്കാരിന്റെ അനുമതി. സംഘങ്ങളുടെ വിശദാംശങ്ങൾ സപ്ലൈകോ ഉടൻ വിജ്ഞാപനമായി ഇറക്കും. നെല്ലെടുക്കുന്ന സംഘങ്ങൾ സപ്ലൈകോവുമായി കരാർ ഒപ്പിട്ടു. അരുൺ ആലത്തൂരിന്റെ വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് ഈ കരാറിന്റെ അടിസ്ഥാനം? മറ്റു വിശദാംശങ്ങൾ പറയും. സംസ്ഥാനത്തെ നെല്ല് സംഭരണം എപ്പോഴും കീറാമുട്ടിയായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇത്തവണ ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെല്ല് സംഭരണം ഈ സഹകരണ സംഘങ്ങൾ മുഖാന്തരമാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഏതായാലും സർക്കാർ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. 66 സഹകരണ സംഘങ്ങൾക്ക് നെല്ലെടുക്കാൻ സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. സംഘങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സപ്ലൈകോ ഉടൻ വിജ്ഞാപനം പുറത്തിറക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നെല്ലെടുക്കുന്ന സംഘങ്ങൾ സപ്ലൈകോയുമായി കരാർ ഒപ്പിടും. ഇന്ന് ആ കരാർ ഒപ്പിടുന്ന നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഏതായാലും 66 സഹകരണ സംഘങ്ങളാണ് ഇപ്പോൾ നെല്ലെടുക്കുന്നതിന് വേണ്ടി സർക്കാരുമായിട്ട് കരാർ ഒപ്പിടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇന്നുൾപ്പെടെ ഈ കരാർ ഒപ്പിടുന്ന നടപടികൾ ഉണ്ടാവുമെന്നാണ്. ആധാർ അടിസ്ഥാനമാക്കി കൃഷിക്കാരുടെ വിശദാംശങ്ങൾ സംഘങ്ങൾ സപ്ലൈകോയ്ക്ക് നൽകണം എന്നുള്ളതാണ്. അതായത് ഓരോ പ്രദേശത്തും അതത് പഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയൊക്കെ പരിധികളിൽ ആ ഭാഗത്തുള്ള ഈ സഹകരണ സംഘങ്ങളായിരിക്കും നെല്ല് എടുക്കുക. കർഷകർ നേരിട്ട് ഈ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതിയാവും. അതിനുശേഷം പിന്നീട് സഹകരണ സംഘങ്ങൾ മുഖാന്തരം തന്നെ ഇവർക്ക് പണം ഉൾപ്പെടെ തുക ഉൾപ്പെടെ നെല്ലിൻ്റെ സംഭരണ വില ഉൾപ്പെടെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും സപ്ലൈകോ മുഖാന്തരമുള്ള ഈ സംസ്ഥാന സർക്കാരിൻ്റെ നെല്ല് സംഭരണം കഴിഞ്ഞ 10 വർഷക്കാലത്തും വലിയ കീറാമുട്ടിയായിരുന്നു. സമാനതകളില്ലാത്ത ദുരിതമാണ് സംസ്ഥാനത്ത് നെൽകർഷകർ അനുഭവിച്ചത്. ഏതായാലും ഇപ്പോൾ ഈ നിയമസഭ മുന്നിൽ കണ്ട് പുതിയ നീക്കമെങ്കിലും ഫലം കാണണം എന്നുള്ളതാണ് സർക്കാരിനോട് കർഷകർ പറയുന്നത്. ഈ സഹകരണ സംഘങ്ങൾ മുഖാന്തരം നെല്ല് സംഭരിച്ചാലും എങ്ങനെ നെല്ല് സംഭരിച്ചാലും തങ്ങൾക്ക് കൃത്യമായി സംഭരണം നടത്തിയ നെല്ലിൻ്റെ തുക നൽകിയാൽ മതി എന്നുള്ളൊരു ആവശ്യം കർഷകർ ഏതായാലും ഉന്നയിക്കുന്നുണ്ട്. ഇന്നും പാലക്കാട്ടെ സപ്ലൈകോ ഓഫീസിലേക്ക് കർഷകർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. കാരണം ഒന്നാം വിള നെല്ല് സംഭരിച്ചതിൻ്റെ തുക ഇതുവരെയും കർഷകർക്ക് നൽകാത്ത ഒരു സ്ഥിതിയുണ്ട്. ഈ സാഹചര്യത്തിൽ കൊല്ലങ്കോട് മേഖലയിൽ നിന്നൊക്കെയുള്ള കർഷകർ ഇന്നിപ്പോൾ ഈ സപ്ലൈകോ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സഹകരണ സംഘങ്ങൾ മുഖാന്തരം ഈ 66 സഹകരണ സംഘങ്ങളിലൂടെ നെല്ല് സംഭരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ സർക്കാരുമായി കരാറിൽ ഏർപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഓക്കെ.